അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നമ്മൾ ട്രാൻസ്ലേഷൻ്റെ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബ്ബാസി ഭരണ കാലഘട്ടത്തിൽ ഈ ഒരുപാട് ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും അന്നത്തെ കാലത്തുണ്ടായിരുന്നത് അബൂ ജാഫർ മൻസൂരിയുടെ കാലത്തും ഖലീഫ ഹാറൂൺ റഷീദിൻ്റെയും അബ്ദുല്ലാഹുൽ മഅ്മൂൻ്റെയും കാലഘട്ടത്തായിരുന്നു. ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഇഹ്തമ അബൂ ജാഫർ മൻസൂരി ബി തർജുമത്തുൽ കുതുബി ഇലൽ ലുഗത്തിൽ അറബിയ്യ. അബൂ ജാഫർ മൻസൂർ അദ്ദേഹം യൂനാനി ഭാഷയിൽ നിന്നും അതേപോലെ പേർഷ്യൻ ഭാഷയിൽ നിന്നും ഒരുപാട് ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അബൂ ഖുറാത്തിൻ്റെ അഥവാ ഹിപ്പോക്രാറ്റ്സിൻ്റെയും അതേപോലെ തന്നെ യൂനൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാലൻ്റെയും ഒരുപാട് ഈ രണ്ട് വ്യക്തിത്വങ്ങളുടെയും ഒരുപാട് മെഡിസിനിലുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹം അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഖലീല വദിംന എന്ന് പറയുന്ന നമ്മൾ പഞ്ചരത്ന കഥകൾ എന്നൊക്കെ പറയുന്നത് അതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്രകാരം തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ ട്രാൻസ്ലേഷന് ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ മുന്നേറ്റം നടത്തുകയുണ്ടായി. കാരണം അവർ തിയോളജിയും അതേപോലെ തന്നെ ഗ്രീക്ക് ലോജിക്കും ഈ രണ്ട് കാര്യങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ അവർ വളരെയധികം ഇൻട്രസ്റ്റ് ആയിരുന്നു, താല്പര്യമുള്ള ആളുകളായിരുന്നു. അതിൽ നിന്ന് അവർക്ക് ഒരുപാട് തർക്കശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ ഒരുപാട് തെളിവുകൾ ഉണ്ടാക്കാനും മറ്റുള്ള അവരോട് എതിരിടുന്ന ആളുകൾ അവരുടെ തെളിവുകളെ ഇല്ലാതാക്കാനും കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവരിതിൽ നിന്ന് പഠിക്കുന്നുണ്ട്. പിന്നീട് രണ്ടാമതായിട്ടുള്ളതായിരുന്നല്ലോ ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ കാലത്തും അദ്ദേഹം ഈ ട്രാൻസ്ലേഷന് വളരെയധികം താല്പര്യമുള്ള ആളായിരുന്നു. അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകളെ അത് ലബനാനിൽ നിന്നുള്ള, മിസ്രിൽ നിന്നുള്ള, സിറിയയിൽ നിന്നുള്ള ആളുകളെയൊക്കെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നു. അവർ മുസ്ലിമീങ്ങളാവട്ടെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളല്ലാതിരിക്കട്ടെ, ട്രാൻസ്ലേറ്ററിന് അദ്ദേഹം പൊതുവെ എല്ലാവിധ സഹായങ്ങളും നൽകിയിരുന്നു. അദ്ദേഹമാണ് ക്രിസ്താബ്ദം 750 അഥവാ AD 750 ബാഗ്ദാദിൽ ദാറുൽ ഹിക്മ എന്ന് പറയുന്ന മദ്രസ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഏഷ്യയിൽ നിന്നും, മധ്യേഷ്യയിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും, കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് അദ്ദേഹത്തിൻ്റെ നാടുകളിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് അബ്ദുല്ലാഹി മഅ്മൂനെ കുറിച്ചാണ്. ചരിത്രകാരന്മാർ പറയുന്നത് അബ്ദുല്ലാഹുൽ മഅ്മൂൻ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വലിയ സമ്മാനങ്ങൾ നൽകുമായിരുന്നു. അതുപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് ഗ്രന്ഥങ്ങൾ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ഒരു ടീമിനെ തന്നെ പറഞ്ഞയച്ചിരുന്നു. അദ്ദേഹം ഇത്തരത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിലേക്കും അതേപോലെ തന്നെ യൂറോപ്പിലൊക്കെ യൂനാനി ആയിട്ടുള്ള ഗ്രന്ഥങ്ങൾ അതേപോലെ മറ്റുള്ള രീതിയിലുള്ള വിജ്ഞാനങ്ങൾ അതിനെയെല്ലാം കൊണ്ടുവരാൻ ആളുകൾ അയച്ചിരുന്നു. അത്തരത്തിൽ അദ്ദേഹം അയച്ചിട്ടുള്ള പ്രസിദ്ധരായ രണ്ട് ആളുകളാണ് ഹജ്ജാജ് ബിൻ മത്തറും ഇബ്നു ബത്രീഖും. ഇബ്നു നദീം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഈ മഅ്മൂൻ രാജാവിൻ്റെയും അതേപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിളിലുള്ള എംപറർ അവിടുത്തെ രാജാക്കന്മാരുടെ ഇടയിലൊക്കെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് കത്തുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ചുരുക്കത്തിൽ ഈ അബ്ബാസി ഭരണകാലത്തുണ്ടായിരുന്ന ട്രാൻസ്ലേഷൻ മൂവ്മെൻ്റ് ആയിരുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായിരുന്ന ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റ്. അതേപോലെ തന്നെ ഭരണകൂടത്തിൽ നിന്ന് കറക്റ്റായിട്ട് സപ്പോർട്ട് കിട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്നത് അത് അബ്ബാസി ഭരണകാലത്താണ്. ചുരുക്കത്തിൽ അറബികൾ പേർഷ്യയിൽ നിന്നും, യൂനാനിയിൽ നിന്നും, ഹിന്ദിയിൽ നിന്നും, സുറിയാനിയിൽ നിന്നും, കോപ്റ്റിക് ഭാഷകളിൽ നിന്നും ഒരുപാട് ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഒരു മേഖലയിൽ മാത്രമല്ല, മറിച്ച് എല്ലാ മേഖലയിലും അവർ ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുണ്ട്. അത് ഫിലോസഫി ആവട്ടെ, അല്ലെങ്കിൽ ലോജിക് ആവട്ടെ, മെഡിസിൻ ആവട്ടെ, ആസ്ട്രോണമി ആവട്ടെ, മാത്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, അല്ലെങ്കിൽ സാഹിത്യങ്ങളാവട്ടെ, എല്ലാ മേഖലയിലും അവരെന്ത് ചെയ്തിട്ടുണ്ട്, വ്യത്യസ്ത ഭാഷകളിൽ നിന്ന് ട്രാൻസ്ലേഷനുകൾ നടത്തിയിട്ടുണ്ട്. അടുത്തതായിട്ടുള്ള പാരഗ്രാഫിൽ പറയുന്നത് അത്തർജുമത്തു ഫിൽ ഉൻദുലുസ്, സ്പെയിനിലുണ്ടായിരുന്ന ട്രാൻസ്ലേഷനെ കുറിച്ചാണ്. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് അറബിക് ട്രാൻസ്ലേഷനിൽ പുതിയ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു യഥാർത്ഥത്തിൽ സ്പെയിനിൻ്റെ ആ ഒരു കാലഘട്ടത്തായിരുന്നു ആദ്യമായിട്ട് ഖുർആൻ മറ്റു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നത്. ആ കാലത്ത് 1130 ആദ്യമായിട്ടുള്ള ട്രാൻസ്ലേഷൻ നടക്കുന്നത്. അതും റയീസ് റഹ്ബാൻ ദെയ്ർ അഥവാ ബത്രുസ് മോക്കീറിൽ നിന്നുള്ള ഒരു കൽപ്പന പ്രകാരമായിരുന്നു ആ ഒരു ട്രാൻസ്ലേഷൻ നടന്നിട്ടുള്ളത്. ആ ട്രാൻസ്ലേഷൻ പ്രോസസ്സിനെ ഏറ്റെടുത്തത് റോബർട്ട് കത്തൂനിയാണ്. പിന്നീട് അതിനുശേഷം 1143 ജമാഅത്തു ദൈർ എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥത്തെയും അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്.
AD 13-ാം നൂറ്റാണ്ടിലും 14-ാം നൂറ്റാണ്ടിലും ഇടയിലുള്ള കാലഘട്ടത്തിൽ അൽഫോൺസ് പത്താമൻ്റെ കൽപ്പന പ്രകാരം ലാറ്റിൻ ഭാഷയേക്കാൾ കൂടുതൽ കഷ്താലിയ ഭാഷയിലേക്കായിരുന്നു ഖുർആൻ തർജുമ അധികരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ സ്പാനിഷ് ഭാഷയിലേക്കും പിന്നീട് അതിനെ ലാറ്റിൻ ഭാഷയിലേക്കും ഖുർആനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ജോഫി സഖോഫിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടു കൂടെ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അദ്ദേഹത്തെ സഹായിച്ച മറ്റൊരു വ്യക്തിത്വമായിരുന്നു ഈസ ബിൻ ജാബിർ സഖോഫി. പിന്നീട് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് 6-ാം നൂറ്റാണ്ടിന് ശേഷം ഏറെക്കുറെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നതൊക്കെ മതകീയ ഗ്രന്ഥങ്ങളാണ്. അത് ലാറ്റിൻ ഭാഷയിൽ നിന്നും യുനാനി ഭാഷയിൽ നിന്നും ഇറ്റലി ഭാഷയിൽ നിന്നൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് ഗ്രന്ഥങ്ങളുടെ പേര് ഇവിടെ കൊടുക്കുന്നുണ്ട്. തർജുമാത്തു കിതാബ് സഫർ മസാമിർ വ താലീമുൽ മസീഹയിൽ കർദിനാൾ, അങ്ങനെയുള്ള കുറച്ച് ഗ്രന്ഥങ്ങളുടെ പേരും ഇവിടെ കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് തർജുമത്തു ഫി അസ്രി മുഹമ്മദ് അലിയുടെ കാലത്തുണ്ടായിരുന്ന ട്രാൻസ്ലേഷനാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അഥവാ മുഹമ്മദ് അലിയുടെ കാലഘട്ടത്തിൽ ദീനീയല്ലാത്ത അഥവാ മതകീയമല്ലാത്ത ഒരുപാട് വിജ്ഞാനങ്ങളും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു കാലഘട്ടത്തിലാണ് ഗവൺമെൻറ് മിസ്രിൽ മദ്രസ്തു അൽസിൻ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ലേഷൻ സ്കൂൾ തന്നെ പണിയുന്നുണ്ട്. അതിൻ്റെ നേതൃസ്ഥാനത്ത് ഷെയ്ഖ് റിഫാഅത്തു തൊഹ്താവി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് അന്യഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഫ്രഞ്ച് ഗ്രന്ഥങ്ങളൊക്കെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഗ്രന്ഥങ്ങളുടെ വിഷയങ്ങളൊക്കെ അതിനുള്ള വിഷയങ്ങളൊക്കെ പലവിധ മേഖലകളിൽ നിന്നായിരുന്നു. അത് മെഡിസിൻ ഉണ്ട്, അതേപോലെ തന്നെ ലോജിക് ഉണ്ട്, ഫിലോസഫി ഉണ്ട്, സാഹിത്യമുണ്ട്, എല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഭരണത്തിൻ്റെ തൂണുകളെ നല്ല രീതിയിൽ ഉറപ്പിക്കാനും അതേപോലെ തന്നെ അദ്ദേഹം യൂറോപ്പിലൊക്കെ ഒരുപാട് കാലം ജീവിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിലും ഇത്തരത്തിലുള്ള പുരോഗതിയും ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. പിന്നീട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള മദ്രസ്തു അൽസിൻ, ഈ മദ്രസ്തു അൽസിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ, അദ്ദേഹം ഒരിക്കൽ യൂറോപ്പിലേക്ക് കുറച്ച് ആളുകളെ യൂറോപ്പിലുള്ള വിജ്ഞാനങ്ങളെയും അതേപോലെ തന്നെ സാഹിത്യത്തിനെയൊക്കെ ട്രാൻസ്ലേറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുകയുണ്ടായി. അതിൽ കുറച്ച് അംഗങ്ങളോട് അദ്ദേഹം ഒരിക്കൽ ഈ ട്രാൻസ്ലേഷനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവരവിടെ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കൃതികളൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞയക്കപ്പെട്ട ആളുകളിൽ ഈ ടീമിൽ അധികം ആളുകൾക്കും ട്രാൻസ്ലേഷൻ എന്താണെന്നോ അതേപോലെ തന്നെ എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ ചെയ്യണമെന്നോ അതിൻ്റെ ഫണ്ടൊന്നും അറിയുന്നില്ലായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് ആ ഒരു കാര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് അദ്ദേഹം 1835 മദ്രസ്തു അൽസിൻ മിസ്രിൽ സ്ഥാപിക്കുന്നത്. അവിടെ കൂടുതലായിട്ടും ട്രാൻസ്ലേഷൻ പഠിപ്പിക്കുകയും അതേപോലെ തന്നെ കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകളെ ഉണ്ടാക്കുക എന്നുമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ അതിന് മദ്രസ്തു തർജുമ എന്നായിരുന്നു പേരുണ്ടായിരുന്നത്. പിന്നീടാണ് അതിന് മദ്രസ്തു അൽസിൻ എന്ന് പേര് വരികയും ചെയ്തിട്ടുള്ളത്. അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് അറബി, തുർക്കി, ഇംഗ്ലീഷ്, ഫ്രഞ്ച് അത്തരത്തിലുള്ള ഭാഷകളൊക്കെ 4 ഭാഷകൾ പഠിപ്പിക്കുകയും അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളും ഏതുപോലെ താരീഖ്, ഹിസ്റ്ററി പഠിപ്പിക്കും, ജിയോഗ്രഫി, മാത്സ്, സ്പോർട്സ്, ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളും പഠിപ്പിക്കും. ഈ മദ്രസയുടെ പഠന കാലയളവ് 5 വർഷമാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങളും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കുറച്ച് പുസ്തകങ്ങളുടെ പേര് കൊടുക്കുന്നുണ്ട്. താരീഖുൽ ഫലാസഫത്തുൽ യൂനാനിയ, സിയറു അഖ്ലാഖിൽ ഉമം, കലായിദുൽ മഫാഖിർ ഫി ഗരീബി അവായിദിൽ അവ്വായിൽ വൽ അഹ്വാഹിർ, അങ്ങനെ കുറച്ച് ഗ്രന്ഥങ്ങളുടെ പേര് കൊടുക്കുന്നുണ്ട്. ബിദായത്തുൽ ഖുദമായി വ ഹിദായത്തുൽ ഹുകമാ, ഖുറത്തുൻ നുഫൂസി വൽ അയൂൻ ബിസൈദി മാ തവസ്സത മിനൽ ഖുറൂൻ, നദ്മുൽ ലായി ഫി സുലൂക്കി ഫീമൻ ഹക്കമ ഫറൻസ മിനൽ മുലൂക്ക്, താരീഖ് മുലൂക്ക് ഫറൻസ, ഇത്തരത്തിലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുടെ പേര് കൊടുക്കുന്നുണ്ട്. അവസാന പാരഗ്രാഫിൽ പറയുന്നത്, ചരിത്രത്തിലെ എല്ലാ കാലഘട്ടത്തിലും ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ വ്യത്യസ്ത നാടുകളിലും വ്യത്യസ്ത സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ബന്ധങ്ങളുണ്ടാക്കുക, ഒരുപാട് ചിന്തകളെയും മതങ്ങളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക, അതേപോലെ തന്നെ പടിഞ്ഞാറിലും കിഴക്കിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളെയൊക്കെ സംരക്ഷിക്കുക, ഇതിലൊക്കെ ഒരുപാട് വലിയ രീതിയിൽ ഈ ട്രാൻസ്ലേഷന് ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇനി ആധുനിക കാലത്തേക്ക് നമ്മൾ ഈ ഒരു കാലഘട്ടത്തേക്ക് നോക്കുകയാണെങ്കിലോ, ഇന്നത്തെ ഗവൺമെൻറ്റുകളും അതോറിറ്റികളും അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ
ഒരുപാട് ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളിൽ നിന്ന് ഈ ട്രാൻസ്ലേഷൻ വ്യത്യസ്തമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ മറ്റു പല ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഒരുപാട് വിജ്ഞാന ശാഖരകൾ അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ ഒരു ഹ്യൂമാനിറ്റി ഉണ്ടാക്കി തീർക്കുക അതിനും വേണ്ടിയിട്ടാണ്. ഏതായാലും ഇതാണ് നമ്മുടെ ട്രാൻസ്ലേഷൻ്റെ ഒരു ചെറിയ ചരിത്രം പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തിയറികളാണ്. പിന്നീട് അവസാനത്തിൽ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാകും. ഏതായാലും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു പോകാം. മാഹി അഹമ്മദ് തർജുമ, തർജുമയുടെ പ്രാധാന്യം എന്താണ്? നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള സമുദായങ്ങൾക്കിടയിൽ ബന്ധമുണ്ടാക്കുക, കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ എഴുതാം. അതേപോലെ തന്നെ രണ്ടാമത്തുള്ളത് കൈഫത്ത് അസർത്ത് ദൗല ഷർഖിയ. ഈ അലക്സാണ്ടറിൻ്റെ കാലഘട്ടത്തിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങൾ, ഈ കിഴക്ക് ഭാഗത്തുള്ള രാഷ്ട്രങ്ങൾക്ക് എന്തൊരു സ്വാധീനമാണ് വൈജ്ഞാനിക രംഗത്തുണ്ടായത്. അത് ആ കാലഘട്ടത്തിൽ എന്താണ് ഒരുപാട് യൂനാനിൽ നിന്ന് ഗ്രീക്കിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു ഈസ്റ്റ് ഭാഗത്തേക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഇന്ത്യയിലേക്കും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൾച്ചറലായിട്ടുള്ള വൈജ്ഞാനികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ലോകത്ത് സ്പ്രെഡായിട്ടുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത്തത് മാഹും കിബാർ മുത്തറജിമീന ഫി ഒസൂരിൽ ഉസ്താം. അതേപോലെ അവരുടെ കോൺട്രിബ്യൂഷൻസും ഈ മധ്യകാലഘട്ടത്തിൽ ഏകദേശം 5 മുതൽ 15 നൂറ്റാണ്ട് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ട്രാൻസ്ലേറ്റേഴ്സും അവരുടെ കോൺട്രിബ്യൂഷനാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിവിടെ ഒരുപാട് ആൾക്കാരെ ജോൺ പോൾ ഫീനിയെ പോലെ അതേപോലെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എഴുതാം. അതേപോലെ തന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ മൻ അസസ് ദാറുൽ ഹക്മ ഒമാ കാനത്ത് അഹ്ദാഫുക. ആരാണ് ദാറുൽ ഹിക്മ സ്ഥാപിച്ചിട്ടുള്ളത്? എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? ദാറുൽ ഹിക്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? സുൽത്താൻ ഹാറൂൻ ആയിരുന്നു സ്ഥാപിച്ചിരുന്നത്. അതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഏഷ്യയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതേപോലെ തന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മാഹി ഇസ്മാമത്ത് ദൗല അബ്ബാസിയ ഫി തൻഷീത്തി ഹർക്കത്തിൽ തർജുമ. ഈ തർജുമ ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റിൽ നമ്മുടെ ദൗലത്തുൽ അബ്ബാസിയുടെ സ്ഥാനം, അവരുടെ ഒരു പങ്കാണ് പറയുന്നത്. അതെന്താണ് നമുക്ക് നല്ല രീതിയിൽ വിശദീകരിക്കാവുന്നതേ ഉള്ളൂ. അവരെന്താണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകൾ അവരെന്താവട്ടെ മുസ്ലിമുകളെല്ലാവരെയും അല്ലാതിരിക്കട്ടെ അവർക്ക് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അടുത്തതായിട്ടുള്ളത് പൂരിപ്പിക്കാനുള്ള ഭാഗമാണ്. അതിൽ ഒന്നാമത്തതിൽ ശരിയായിട്ടുള്ളത് നഖല് എന്നുള്ളതാണ്. അത്തർജുമത്ത് തഅറുഫു തുഅരിഫ ബി നഖലി നസ്സി എന്നാണെന്ന്. രണ്ടാമത്തേൽ ശരിയായിട്ടുള്ളത് അത്തർജുമത്തുൽ അദബിയ എന്നുള്ളതാണ്. അത്തർജുമത്തുൽ അദബിയ ഹിയ തർജുമത്തുൻ നുസൂസിൽ അദബിയ. അതേപോലെ തന്നെ മൂന്നാമത്തേൽ ശരിയായിട്ടുള്ളത് ഫാത്തിഹ എന്നുള്ളതാണ്. ഫി തർജുമത്തി മആനിൽ ഫാത്തിഹത്തിൽ കിതാബി. നാലാമത്തേൽ ശരിയായിട്ടുള്ളത് 750 ഫി ആമി 750 മീലാദി ഫി ബാഗ്ദാദ്. അഞ്ചാമത്തേൽ ശരിയായിട്ടുള്ളത് അംറുബ്നു ആസ് എന്നുള്ളതാണ്. മക്തൂബൻ ബി ഇസ്മി അംറുബ്നു ആസ്. അടുത്തതായിട്ടുള്ളത് ജുംല ഉണ്ടാക്കാനുള്ളതാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനൊന്നും വരാറില്ല. ഏതായാലും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഹിസ്റ്ററിയുടെ ചെറിയ രൂപം പഠിച്ചു വെക്കുക. കാരണം എസ്സേ ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് വരും. ഒന്നുകിൽ എന്താണ് തിയറിയെക്കുറിച്ച് എസ്സേ ക്വസ്റ്റ്യൻ വരും, അല്ലെങ്കിൽ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള എസ്സേ ക്വസ്റ്റ്യൻ വരും. ചിലപ്പോൾ രണ്ടും വരാം. ഏതായാലും ഈ ഒരു യൂണിറ്റിൽ നിന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഈ രണ്ട് ഭാഗങ്ങളും പഠിച്ചു വെക്കുക. ഹിസ്റ്ററിയും അതേപോലെ തന്നെ ഇതിൻ്റെ തിയറികളും പ്രധാനപ്പെട്ട രീതിയിൽ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാണ്ട് ചെറിയ രീതിയിലെങ്കിലും ഒരു എസ്സേ എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചു വെക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.